നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 2019 അല്ലെങ്കിൽ 2014 മുതൽക്ക് തന്നെ ഈ ഒരു പേര് നിരന്തരമായിട്ട് നമ്മൾ കേട്ട് മടുത്തതാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളതിൽ ഒരേ ഒരു ഉത്തരം മാത്രമുള്ളൂ: ഒരിക്കലും നടക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം അതുപോലെയാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് നശിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നശിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെയൊക്കെ ഉദാഹരണമായിട്ട് പുതിയ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അമേഠിയിലാണ് കഴിഞ്ഞ വട്ടം രാഹുൽ ഗാന്ധി മത്സരിച്ചത്. കഴിഞ്ഞ വട്ടമല്ല, വർഷങ്ങളായിട്ട് അമേഠിയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവർത്തന മേഖല, അല്ലെങ്കിൽ അവിടെ നിന്നാണ് MP ആകുന്നത്. ലക്ഷക്കണക്കിന് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബ സീറ്റാണ് ഈ പറയുന്ന അമേഠി. വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിയുടെ അച്ഛനടക്കമുള്ള ആളുകൾ മത്സരിച്ചൊരു മണ്ഡലം കൂടി. അപ്പോ ഇതുപോലെ ഒരു മണ്ഡലത്തിൽ 2014 ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. ആദ്യമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് അവിടെ സ്മൃതി ഇറാനി ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. സ്മൃതി ഇറാനി വലിയൊരു പോരാട്ടമൊക്കെ നടത്തി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അതിനുശേഷം പരാജയപ്പെട്ടിട്ടും സ്മൃതി ഇറാനിയെ BJP എന്ത് ചെയ്തു? കേന്ദ്രമന്ത്രിയാക്കി. കേന്ദ്രമന്ത്രി ആയതു മുതൽക്ക് തന്നെ വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരോടെ നടപ്പിലാക്കി. എവിടെ നടപ്പിലാക്കി? ഈ പറയുന്ന അമേഠിയിൽ നടപ്പിലാക്കി. അമേഠിയിൽ ഈ രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഈ പറയുന്ന സ്മൃതി ഇറാനിക്ക് അവിടെ വല്ല സാധ്യതകളുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അവിടെയാണ് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്. ആർക്ക്? രാഹുൽ ഗാന്ധിക്കും രാജ്യത്തിനും രാഹുൽ ഗാന്ധിക്കും മനസ്സിലാക്കി കൊടുത്തതിന്റെ പ്രധാന കാരണം, നമ്മളെല്ലാവരും പറയും നമ്മുടെ രാജ്യത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ പ്രബുദ്ധർ എന്നുള്ള രീതിയിലൊക്കെ കേരളത്തിലെ ജനങ്ങളൊക്കെ പറയും. യഥാർത്ഥത്തിൽ 2019 തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ജനം എവിടെയാണ്? നമ്മുടെ രാജ്യത്തുള്ളത്. അത് ഉത്തർപ്രദേശിലെ അമേഠിയിലാണെന്ന് അവര് തന്നെ തെളിയിച്ചു. കാരണം എന്താണ്? 55,000-ഓളം വോട്ടുകൾക്ക് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോടെ പരാജയപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? MP ആയിട്ട് വർഷങ്ങളോളം ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടിരുന്നു. 2004 മുതലാണ് രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ എന്താണ് സംഭവിച്ചത്? ഈ UPA സർക്കാരിന്റെ, കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന രാഹുൽ ഗാന്ധിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനിടയിൽ രാഹുൽ ഗാന്ധി പല പല ചുമതലകളിലേക്ക് വരുന്നു, രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നു. അമേഠി ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കും. അമേഠിയിൽ മാത്രം 5 വർഷം കൂടുമ്പോൾ ചെന്നവിടെ സ്ഥാനാർത്ഥിയാകും. അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. വികസനം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജ് പോലും ഈ പറയുന്ന അമേഠി എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലില്ല. ഇതൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഈ നരേന്ദ്രമോദിയുടെ ഉറ്റ സഹോദരി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സ്മൃതി ഇറാനിക്ക് മാത്രമേ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ സ്മൃതി ഇറാനിയെ 2019 55,000-ന് മുകളിൽ വോട്ടുകൾക്ക് അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ നേരത്തെ തന്നെ പരാജയം മനസ്സിലാക്കിയതിന്റെ പേരിലാണ് എവിടെ മത്സരിച്ചത്? നമ്മുടെ വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. വയനാട്ടിൽ സ്വാഭാവികമായിട്ട് UDF-ന്, കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ആധിപത്യമുള്ള ഒരു പ്രദേശമായതിന്റെ പേരിൽ അവിടെ വിജയിക്കുക എന്നുള്ളത് നിഷ്പ്രയാസമാണ്. രാഹുൽ ഗാന്ധി അല്ല ആര് മത്സരിച്ചാലും ഈ പറയുന്ന വയനാട്ടിൽ UDF തന്നെ ജയിക്കാനുള്ള സാഹചര്യമാണ്. അപ്പോ ഏത് രീതിയിൽ പറഞ്ഞാലും രാഹുൽ ഗാന്ധി ഇത്തവണയും ഈ പറയുന്ന വയനാട്ടിൽ മത്സരിച്ചു. അമേഠി എന്ന് പറയുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള ഒരു കാര്യം കുറെ നാളുകളായിട്ട് ചർച്ചയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അറിയാം അമേഠിയിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷത്തിന്റെ വോട്ടിനെങ്കിലും ഇത്തവണ പരാജയപ്പെടും. അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ സ്മൃതി ഇറാനി അവിടെ നടപ്പിലാക്കിയത്. മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നു. ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. BJPയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കി. സംഘപരിവാറും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ 2024 ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 8 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമായിട്ട് അമേഠി മാറുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ അമേഠി ഇപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമല്ല. സ്മൃതി ഇറാനി നിഷ്പ്രയാസം അവിടെ വിജയിച്ചു കയറുമെന്നുള്ള തർക്കമില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാണ്ട് ഇനി ഇവിടെ പോകും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി BJPക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മത്സരിച്ചില്ലെങ്കിൽ അതൊരു നാണക്കേടാണെന്നും അതൊരു വലിയ തോൽവിയാണെന്നൊക്കെയാണ് CPM-ന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്ത് CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞാലും രാഹുൽ ഗാന്ധി കരുത്തിട്ടൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. വിഷയം ഒന്ന് മാത്രമാണ്, അമ്മയുടെ പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിലേക്ക് സോണിയാഗാന്ധി വർഷങ്ങളായിട്ട് മത്സരിച്ച് വിജയിക്കുന്ന, കഴിഞ്ഞ വട്ടവും 1.25 ലക്ഷത്തിന് വോട്ടുകൾക്ക് വിജയിച്ച റായ്ബറേലിയിൽ UP-യിൽ തന്നെ മത്സരിക്കാനുള്ള തീരുമാനമായി. അപ്പൊ റായ്ബറേലിയിലെ ഒരു വിജയ സാധ്യതയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത്തവണ അത് കടുകട്ടിയാണ്. രാഹുൽ ഗാന്ധി അല്ല, സ്വന്തം അമ്മ വന്ന് മത്സരിച്ചാലും ഇത്തവണ പരാജയപ്പെടുമെന്നുള്ള രീതിയിലുള്ള ഒരു സർവേ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. കഴിഞ്ഞ വട്ടം അവിടെ മത്സരിച്ച വ്യക്തി തന്നെ ഇത്തവണയും BJPയുടെ സ്ഥാനാർത്ഥിയാകുന്ന അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുന്നു. അമേഠിയിൽ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി റായ്ബറേലിയോ എവിടെയാണ് മത്സരിച്ചോട്ടെ. പക്ഷെ ഇതിനിടയിൽ ഒരു കാര്യത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകി.
നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യം മുഴുവനും എന്താണ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം എന്ന് പറഞ്ഞ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോയി ജമ്മു കാശ്മീരിൽ പോയി അവസാനിച്ചു. ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ജനങ്ങളുടെ യാത്രയാണ് എന്നുള്ള രീതിയിലേക്കുള്ള സംസാരമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അതിനുശേഷം എന്താണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര ഒരിക്കൽ കൂടി നടത്തി, വീണ്ടും ഒരു യാത്ര നടത്തി രാജ്യത്തെ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. ഇതിന്റെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണെന്നൊക്കെ പറഞ്ഞു. ഇത്രയ്ക്ക് വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ യാത്ര വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അത് ജനസ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി റായ്ബറേലിയിൽ മത്സരിക്കുന്നത്? റായ്ബറേലിയിൽ മത്സരിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ഒരു തീരുമാനം ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് മുകളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാധീനമുള്ള ആരും തന്നെ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും കെ.സി. വേണുഗോപാൽ ആണെങ്കിലും എ.കെ. ആന്റണി ആണെങ്കിലും ആരാണെങ്കിലും അതിനുള്ള കഴിവുള്ള ഒരാളും ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലില്ല, ഇന്നുമില്ല, അന്നുമില്ല. അപ്പോ ഈ രീതിയിൽ ഒരു എന്താ പറയാ, നമ്മള് അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് മാറാനുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും തന്നെയാണെന്നതിൽ തർക്കമില്ല. ആദ്യം കരുതിയിരുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും, റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന്റെ ചായയുള്ള, ഇന്ദിരാഗാന്ധിയുടെ മുഖത്തിന്റെ ചായയുള്ള മുടിയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ പോലെ വെട്ടിയ പ്രിയങ്ക ഗാന്ധിയോടെ മത്സരിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇതെല്ലാം തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരാജയം എന്നുള്ളത് എപ്പോഴും രുചിക്കാനുള്ള ഒരു കാര്യമായിട്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ മാറിയിരിക്കുകയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ റായ്ബറേലിയിലും അമേഠിയിലും ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതിനെ അന്വേഷിച്ച് നടക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 80 സീറ്റുകളുള്ള ഈ സംസ്ഥാനത്ത് ഏകദേശം 25 കോടിയോളം ജനങ്ങളുള്ള ഏറ്റവും വലിയ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ കാണാം. അവിടെ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ടും 80 സീറ്റിൽ 75 സീറ്റുകൾ വരെയും ബി.ജെ.പി തന്നെ നേടിയെടുക്കാം. അഖിലേഷ് യാദവ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് 5 വർഷം ഇരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്നും പൊടി പോലും കാണാനില്ല. ബഹുജൻ സമാജ്വാദി പാർട്ടി BSPയുടെ നേതാവായിട്ടുള്ള മായാവതിയും കാണാനില്ല. എന്തുകൊണ്ട് ഇവരെയൊന്നും കാണാനില്ല? ജനങ്ങൾക്ക് ഇവരെയൊന്നും താല്പര്യമില്ല എന്നുള്ളത് തെളിയിച്ച തെരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ നിന്ന് വലിയ മാർജിനിൽ ബി.ജെ.പിക്ക് വിജയിച്ച് കയറാൻ സാധിച്ചു. ഗുണ്ടകളെയൊക്കെ പൂർണ്ണമായിട്ടും അടിച്ചൊതുക്കുന്നത് നമ്മുടെ യോഗി ആദിത്യനാഥ് വലിയ വിജയം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് 4 മണിക്ക് ശേഷം ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലായിരുന്നു. അത്രത്തോളം ഗുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. 25,000-നും 30,000-നും ഇടയിൽ ഗുണ്ടകൾ ഇന്ന് ജയിൽ വാസം അനുഷ്ഠിക്കുകയാണ്. അതിൽ 10-200-ന് മുകളിൽ ഗുണ്ടകളെ പോലീസ് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ സ്ത്രീകൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ അവിടെ സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. യുവജനങ്ങളും സ്ത്രീകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വോട്ടിന്റെ കാര്യത്തിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഉത്തർപ്രദേശിൽ മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് അമേഠിയിലും റായ്ബറേലിയിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ 2 സ്ഥലത്തും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരമായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയും പരാജയപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. വലിയ രീതിയിൽ ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിപില, ഫസ്റ്റ് റിപ്പോർട്ട്സ്.